എന്ന് പറഞ്ഞ്. എടാ പറയ എന്റെ വർഷക്കുട്ടാ. വർഷക്കുട്ടനോ? ആന്നേ, നിന്റെ ചക്കരല്ലേ നീ. എന്തെങ്കിലും ഒന്ന് പറ വർഷേ. പാവം നാത്തൂന്റെ ആഗ്രഹമല്ലേ? ആന്നേ. എങ്കിൽ ഞാൻ പറയാം, പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യും. അപ്പൊ എഡിറ്റ് ചെയ്യണമെങ്കിൽ മറ്റെന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ട് അല്ലേ? സത്യമായിട്ട് ഒന്നുമില്ല. എങ്കിൽ സെൻസർ ചെയ്യാത്ത നീ പറഞ്ഞേ കേക്കട്ടെ. ശരി പറയാം. ഞങ്ങള് പോയത് ഒരു റിസോർട്ടിലേക്കാ. കായലും ബോട്ടും വള്ളങ്ങളും ഒക്കെ ഉള്ള ഒരു റിസോർട്ടിലേക്ക്. എന്നിട്ട് കാറിൽ വന്നപ്പോ വിക്രം എന്റെ കണ്ണ് കെട്ടി. എന്നിട്ട് എന്താ സംഭവിച്ചേ? നല്ല സുഗന്ധമുള്ളൊരു സ്പ്രേ എന്റെ മുഖത്തേക്ക് അടിച്ചു. എന്നിട്ട് എന്തൊരു മണായിരുന്നറിയോ ആ സ്പ്രേക്ക്. നല്ല റൊമാൻറ്റിക് സ്പ്രേ. പിന്നെ കാറ് നിർത്തിയത് ആ റിസോർട്ടിലാ. അവിടെ നിന്നെ തൂക്കിയെടുത്ത് മറ്റൊരിടത്തേക്ക് നടന്നു. കണ്ണിലെ കെട്ടഴിച്ചപ്പോ ഞാനൊരു ബോട്ടിലാ. ബോട്ടിലോ? അതെ. എന്നിട്ട് ആ ബോട്ട് നടുക്കായലിനെ ലക്ഷ്യമാക്കി അങ്ങ് നീങ്ങി. എന്റെ മനസ്സിലുള്ള ടൈറ്റാനിക് സിനിമ പോലെ ബോട്ടിന്റെ മുൻവശത്ത് ഞാനും വിക്രമും അങ്ങനെ അങ്ങനെ. എങ്ങനെ ഇല്ല കിടപ്പിക്കാത്ത പറ അങ്ങോട്ട്. ഞാൻ പറയുമല്ലേ. അവള് ശല്യം ചെയ്യാതെ ഹരിതേ, അവള് പറയല്ലേ. നീ പറ. ടൈറ്റാനിക് സിനിമ പോലെ ബോട്ടിന്റെ മുകളിൽ കയറിയിട്ട് നീയും വിക്രം കൂടി. ഞങ്ങള് കൈകൾ നിവർത്തി പറക്കുന്ന പോലെ നിന്നു. ശരിക്കും ടൈറ്റാനിക്കില് ജാക്കിനെയും റോസിനെയും പോലെ പറക്കുവാന്ന് എനിക്ക് തോന്നിയത്. പറക്കുന്നൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ നിന്റെ പടം വരച്ചോ അത് പറ. ചേച്ചി അവിടെ. ഞങ്ങള് പിന്നെ പോയത് ഒരു തുരുത്തിലേക്കാ. ആ കഥ പറയാം. ഒരു തുരുത്തോ? ശരി എന്നാ പറ. നല്ല കാറ്റുള്ളൊരു തുരുത്തിലേക്കാ ബോട്ട് കൊണ്ട് നിർത്തിയത്. അത് പറയാൻ മറന്നു. ഞങ്ങള് മറ്റൊരു ബോട്ടിലാ തുരുത്തിലേക്ക് പോയത്. മറ്റൊരു ബോട്ടിലോ? ഇതെന്തുവാ, ബോട്ട് മാറി കളിക്കുന്നോ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കഥ നിർത്തുവേ. ഇല്ലില്ല നീ പറ. ആ തുരുത്തിന്റെ പേര് സ്വപ്നതുരുത്തെന്നാ. സ്വപ്നതുരുത്തോ? ആ തുരുത്തിലൊരു ദൈവമുണ്ട്. ആ ദൈവത്തോട് പ്രാർത്ഥിച്ച മനസ്സിൽ നിന്നും ഒരു കാര്യം ഒഴിവാക്കാനും ചേർത്ത് വെക്കാനും പറ്റുമെന്നാ പറഞ്ഞത്. എന്നിട്ട് നീ എന്തൊഴിവാക്കി? എന്ത് ചേർത്ത് വെച്ചു? പറയേ. അത് അല്ല അത് പറയടി. അത് വിട്. നിന്റെ പിറന്നാൾ എവിടെ വെച്ചാ ആഘോഷിച്ചത്? അത് ആ തുരുത്തിലെ ബോട്ടിൽ വെച്ചാ. വന്ദനേച്ചി എല്ലാം നശിപ്പിച്ചു. നല്ല റൊമാൻറ്റിക് ആയി വന്നതാ. അതിനിടയിലാ കേക്ക് കട്ടിങ്ങിന്റെ കഥ പറയാൻ വന്നേ. കേക്കൊട്ട് തിന്നാൻ പറ്റിയോ? അതുമില്ല. കഥയൊട്ട് മുഴുവനും കേൾക്കാനും പറ്റിയില്ല. മതി മതി മതി, ഇത്രയൊക്കെ കേട്ടാ മതി. എടി നീ തുരുത്തിലെ കഥ ഇനിയും പറഞ്ഞു തീർന്നില്ലല്ലോ. തുരുത്തിലെ കഥയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാം. ഞാനിപ്പോ വരാമേ. എടി പെണ്ണിനെ വിക്രമിനെ നന്നായി ബോധിച്ചു എന്നാ തോന്നുന്നു. മച്ചു, വർഷയുടെ കാര്യത്തിൽ നീ എടുത്ത തീരുമാനം തീരെ ശരിയായില്ല. ഒരു തരത്തിൽ പറഞ്ഞ ഭീരുത്വമായിപ്പോയി. അളിയാ, സമയം വൈകിട്ടില്ല. നീ ഒരു വാക്ക് പറഞ്ഞാ മതി. വർഷയും നീയുമായുള്ള രജിസ്റ്റർ വിവാഹം നാളെ നടന്നിരിക്കും. വർഷയുടെ അച്ഛനമ്മമാര് നിന്റെ സ്വന്തം അച്ഛനമ്മമാരെന്ന പോലുള്ള നിന്റെ സ്ഥിരം ഡയലോഗ് കള. പിന്നെ നിന്റെ അച്ഛൻ ഈ ബന്ധത്തെ എതിർത്താലോ എന്നുള്ള നിന്റെ ഭയം, അത് വിട്ടേക്ക്. നിന്റെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടാവൂ. വർഷയുടെ കഴുത്തിൽ താലി കെട്ടുക.
മനസ്സിലെ പടുതിരി കത്തിപ്പോയ പ്രണയത്തിന് പകരമാവില്ലടാ ഒരു ലഹരിയും. കാമുകി തട്ടിക്കൊണ്ടുവന്ന് താലി കെട്ടുന്ന ഒരു പരിപാടിക്കും ശ്യാമിനെ കിട്ടില്ല. അത് വിട്ടേക്ക്. ഇന്ന് വർഷയുടെ ജന്മദിനമാണ്. കണ്ടുമുട്ടിയ നാള് മുതല് ഞങ്ങൾ ഒരുമിച്ച അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ഒരു വിഷു പോലും ചെയ്തില്ല. എന്താ കാര്യം? എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അവളെ മായ്ച്ചു കളയാനുള്ള ശ്രമത്തിലാണ് ഞാൻ. വർഷയുടെ മെസ്സേജ്. എന്താടാ? ഞാൻ അവൾക്ക് ബർത്ത്ഡേ വിഷസ് അറിയിച്ചില്ലെന്നുള്ള പരാതിയാ. സുഖങ്ങളൊക്കെ തന്നെ വെച്ചു. അതെ, കുറെ നാളായല്ലോ നീ ആ വർഷയുടെ പിറകെ ഒലിപ്പിച്ച് നടക്കുന്നു. നിന്റെ ലിവിങ് ടുഗദർ ആ പൈങ്കളി വർഷ വന്നില്ലടാ. സാധാരണ ഉള്ള കുറെ മണം പിടിച്ച് നടക്കല്ലേ ഇവന്റെ ഹോബി. വെറുതെ ചൊറിയാൻ വരല്ലേ. എനിക്ക് ഒന്നിനും ഒരു താല്പര്യമില്ല, അതുകൊണ്ടാ. എന്താണ് നിനക്ക് താല്പര്യമില്ലാത്തത്? ഓ, സമയം കാണില്ല അല്ലേ? അവളെയും വിളച്ചുകൊണ്ട് കറങ്ങാൻ പോവാനല്ലേ? ഇന്ന് ഏത് ലോഡ്ജിലാടാ അവളെയും കൊണ്ടുള്ള നിന്റെ പകൽ കലാപം? വേണ്ട, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷേ വർഷയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ പറയൂടാ, ഞാൻ പറയും. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ശ്യാമേ, എന്താ പറഞ്ഞേ? അടിയാണല്ലോ, വാടാ. ജയിച്ചെന്ന് കരുതണ്ട, നിന്നെ ഞങ്ങൾ എടുത്തോളാം. വാടോ. എന്താ ശ്യാമ ഇതൊക്കെ? നീ കോളേജിലെ നല്ല കുട്ടിയായിരുന്നല്ലോ, ഇപ്പൊ ഗുണ്ടായിസം തുടങ്ങിയോ? അളിയന്റെ രക്തം തിളയ്ക്കുന്ന എന്തോ കാരണം ഉണ്ടായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവരിങ്ങനെ വയലന്റ് ആവില്ല. എന്റെ തിളപ്പൊക്കെ ഒരുവിധം ശമിച്ചില്ലേ? ഇനി തല്ലാനുണ്ടായ കാരണം പറയണ. തല്ലുകയല്ലാതെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാ കൈവയ്ക്കേണ്ടി വന്നത്. അവൻ വർഷയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു. വർഷയെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ അത് കേട്ടില്ലെന്ന് നടിച്ചു വരാൻ എനിക്ക് പറ്റില്ല. അതാണ് കാരണമെങ്കിൽ തല്ലു കൊടുത്തത് കുറഞ്ഞു പോയെന്നുള്ള അഭിപ്രായം എനിക്കുള്ളൂ. അതെ, അടി കൊടുത്ത് നിനക്ക് തൃപ്തിയായില്ലെങ്കിൽ വാ, നമുക്ക് പോയി അവനെ പന്നിക്കിടാം. വേണ്ട, ഇനി എന്റെ പേരും പറഞ്ഞ് അടിയും പിടിയും ഒന്നും വേണ്ട. വീണ്ടും തല്ലുണ്ടാക്കി പേരുദോഷം കേൾപ്പിക്കാനാണ് ഭാവമെങ്കിൽ ശ്യാമേ, നിന്റെ കൈ രണ്ട് ഞാൻ തല്ലി ഒടിക്കും, പറഞ്ഞേക്കാം. അതിനുള്ള അവകാശ സ്വാതന്ത്ര്യം വർഷയ്ക്കുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. പോടാ, പോയി ക്ലാസ് കയറാൻ നോക്ക്. വിക്രമായിട്ടുള്ള ബന്ധം എന്റെ ഭാവി ജീവിതത്തിന് ഗുണകരമാവുമെന്ന് എല്ലാരും പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. സമ്മതം അറിയിക്കാന്ന് ഞാൻ പറഞ്ഞു. I love you, Varsha! Varsha! Varsha, I love you! I love you! I love you!
ഇല്ല, എല്ലാം ഒരു സ്വപ്നം പോലെ. എല്ലാം ഓർമ്മയുണ്ട്. ഐ ലവ് യു എന്ന് എന്തൊച്ചത്തിലാ വിളിച്ചു പറഞ്ഞേ. ഒരുമിച്ച് ഐസ്ക്രീം കഴിച്ചതും ആ സ്വപ്നത്തുരത്തിൽ ഇറങ്ങിയതും എല്ലാം ഓർമ്മയുണ്ട്. റെസ്റ്റോറന്റിൽ വെച്ച് ഇടിവെട്ടിയതോ? അതൊന്നും ഇനി പറയരുത് പ്ലീസ്. ഞാൻ പിണങ്ങുവേ. അയ്യോ, അങ്ങനെ ചതിക്കില്ലേ മോളെ. വിക്രമിനോട് അങ്ങനെ പിണങ്ങൊന്നും ചെയ്യരുത്. കൊഞ്ചലും കുഴയലും ഒക്കെ ഞങ്ങളും കേട്ടു. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇനി വേറെ മുറി പോയി കിടക്കാം. നേരം പുലരുവോളം സല്ലപിക്കാൻ ഞാനൊരു കട്ടറും ആവരുതല്ലോ. പകല് മുഴുവനേ ഞങ്ങളുടെ മുറി ഒഴിഞ്ഞു കിടക്കുക. നീ ഞങ്ങളുടെ മുറി കയറി ഫോൺ വിളിച്ചോ. ഇനി നാത്തൂരായിട്ട് സൗകര്യമൊന്നും ചെയ്തു തന്നില്ലാന്ന് വേണ്ട. പൂച്ചയെ പോലെ പതിങ്ങി നിന്ന പെണ്ണ പ്രേമം തലക്കി പിടിച്ചപ്പോ കണ്ടില്ലേ, റൊമാൻസിന്റെ പൊടി പൂരോ. പ്രണയിക്കുന്ന പുരുഷന് മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് നീ പറഞ്ഞത് മറന്നോ? ഇപ്പോഴും ഞാൻ പ്രണയിച്ച പുരുഷനെ തന്നെയാ വിവാഹം കഴിക്കാൻ പോകുന്നേ. എനിക്ക് ആളെ വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ അടക്കവും ഒതുക്കവും എല്ലാം എനിക്ക് നന്നായി ബോധിച്ചു. അയ്യോ, അറിയാൻ ഫിറ്റായടാ. അത് ശ്യാമേ, എന്താ നീ ഭ്രാന്താടി കാണിച്ചേ? എന്റെ ജീവന്റെ ജീവനായ അവളെയാണ് എനിക്ക് നഷ്ടമാവുന്നത്. അവളില്ലാത്തൊരു ലോകം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? നീ ഹോസ്പിറ്റലിൽ പോ. എനിക്ക് ഹലോ, ഉറങ്ങിയില്ലേ? ഇല്ല, ഞാൻ ഓൺ ദി വേയാ. കഴിച്ചോ? ഇല്ല. അതെന്താ? ഇന്നത്തെ ദിവസം മുഴുവൻ വർഷ എന്നോടൊപ്പം സഞ്ചരിച്ചതല്ലേ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെ ഈ ഒരു ദിവസം എനിക്ക് സമ്മാനിച്ച വർഷയ്ക്ക് ഞാൻ എന്താ തരേണ്ടത്? ഒരു ജീവിതകാലം മുഴുവൻ ഓർക്കാൻ പറ്റുന്നത് എനിക്ക് സമ്മാനിച്ചതല്ലേ? ആണോ? അതെ, എന്റെ ലൈഫിൽ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു അനുഭവം. എത്ര മനോഹരമായ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയത്. ബോട്ടിംഗ്, പിന്നെ ആ തുരുത്ത്, ഒന്നും മറക്കാൻ കഴിയുന്നില്ല. പിന്നെ മറന്നു എനിക്ക് ബോട്ടിൽ വെച്ച് തന്ന സമ്മാനം. ആ കേക്ക് കട്ടിങ് എല്ലാം. അതൊന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. വർഷയ്ക്കൊപ്പമുള്ള യാത്ര എനിക്ക് മറക്കാനാവില്ല. ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നുപോയി. വർഷയോടുള്ള സ്നേഹം എത്ര ഉച്ചത്തിലാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. അത് വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ചപ്പോ വർഷയോടുള്ള സ്നേഹം കൂടി കൂടി വന്നു. വർഷ,
റിയലി റിയലി ഐ ലവ് യു. നല്ല ഓർമ്മകൾ സമ്മാനിച്ചതിന് ഒത്തിരി ഒത്തിരി താങ്ക്സ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോളെ വന്ദനേ, എനിക്ക് മോളെ എഴുന്നേക്ക്. വർഷേ വർഷേ മോളെ വർഷേ, സമയം 9 മണി കഴിഞ്ഞില്ലേ? എഴുന്നേറ്റേ മോളെ. എങ്ങനെ ഉണരാനാ? രാത്രി വെളുക്കോളം വിക്രമുമായിട്ട് ഫോണിൽ സംസാരവും മെസ്സേജ് അയക്കലൊക്കെ ആയിരുന്നല്ലോ. എഴുന്നേക്കടി. എന്താടി ഉറക്കം കളഞ്ഞിട്ട് വിക്രമുമായിട്ട് വിശേഷം പറച്ചിലൊക്കെ? ഒന്ന് പോവമ്മേ, ഞാൻ കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടെ. അല്ല, വർഷയുടെ വിവാഹക്കാരി എല്ലാരും അങ്ങ് മറന്നോ? ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ സമയായി. വിവാഹ തീയതി തീരുമാനിച്ചിട്ടില്ലല്ലോ, സമയമുണ്ട്. അങ്ങനെ മട്ടിലിരുന്നാ ഒന്നും ശരിയാവില്ല അച്ഛൻ. എല്ലാ ചുമതലയും കൂടി അച്ഛനെടുത്ത് തലയിൽ വെക്കാതെ ഓരോ ചുമതല ഓരോരുത്തർക്കായിട്ട് വീതിച്ചു കൊടുക്കണം. നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഉറക്കം തെളിഞ്ഞില്ലേ നിനക്ക്? ഇതേതോ പഴയ കാരണവരുടെ ബാധ കയറിയതാ. ഇന്നലെ രാത്രി വന്ദനേച്ചി എന്തെങ്കിലും ദുസ്വപ്നം കണ്ടായിരുന്നോ? ഞാൻ കണ്ട സ്വപ്നം വർഷയുടെ കല്യാണം. കല്യാണം കൂടാൻ ഈ നാട്ടിലെ എല്ലാവരും ഉണ്ട്, കൂട്ടത്തില് ദേമോളും. താലപ്പൊലി എടുത്ത് വർഷയെ എതിരേറ്റത് ദേമോളായിരുന്നു. നിന്റെ ഉള്ളിലുള്ള ആഗ്രഹമല്ലേ മോളെ നീ സ്വപ്നത്തെ കണ്ടത്? അതെ അച്ഛമ്മ. ഗോപിക, പറഞ്ഞു. ശരി. ദിയമോളുടെ മാസപ്പിറന്നാളിന് അവളെ കാണാൻ വന്ദന രാജീവിന്റെ വീട്ടിൽ പോയിരുന്നു. അതെ, അതിനുശേഷം കുട്ടിക്ക് ദിയമോളെ കുറിച്ചുള്ള ആദ്യം തുടങ്ങിയത്. ആ കല്യാണം നടന്നിരുന്നെങ്കിൽ റാണിയെപ്പോലെ ജീവിക്കേണ്ടവളായിരുന്നു. ചില നേരങ്ങളിലെ ദൈവങ്ങൾ വരെ കണ്ണടച്ചെന്നിരിക്കും. ദിയമോളെ കുറിച്ചുള്ള സങ്കടം പാവം വന്ദനിക്ക്. ആ പാവം കുട്ടി അനുഭവിക്കുന്ന പീഡനങ്ങളൊക്കെ വന്ദന നേരിട്ട് കണ്ടു കാണും. നൊന്ത് പ്രസവിക്കാത്ത കുഞ്ഞിനു വേണ്ടി പെറ്റമ്മയുടെ ദുഃഖം അനുഭവിക്കുന്ന ഒരു ജന്മം. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, നീ തന്നെ ശരണം. ശ്യാമേ, നിന്റെ കയ്യിലെ ഈ മുറിവ് എങ്ങനെയുണ്ടായി? വേണ്ട, നീ പറയണ്ട. നിങ്ങൾ പറയും, ശ്യാമിന്റെ കയ്യിൽ ഈ മുറിവ് എങ്ങനെ ഉണ്ടായി? എടാ, നിങ്ങളൊക്കെ തമ്മിൽ അടിപിടി കൂടിയോ? അങ്ങനൊന്നുമില്ലേ? പിന്നെ ഇതെന്താ, കൊതുക് കടിച്ചതോ? അത് പിന്നെ ശ്യാമൊന്ന് വീണു. കള്ള
കള്ളം പറഞ്ഞ ഇവന്റെ കൂട്ടുകാരനൊന്നും ഞാൻ നോക്കില്ല. ആരാണോ അടിച്ചു പൊട്ടിക്കും ഞാൻ, കേട്ടോ? മറിഞ്ഞു വീണ ഉണ്ടാവുന്ന മുറിവൊന്നുമല്ല അത്. എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിയണം. സത്യം പറയുന്നു അതോ? ഏട്ടാ എന്താ ഇത്? എന്താടി? ഒന്നും പറയണ്ട. ഇന്നലെ ഇവന്മാരെല്ലാരും കൂടി ബിയർ കുടിച്ച് ആഘോഷിച്ചു. അതിന്റെ ഇടയില് ഒരു കുപ്പി താഴെ വീണുടഞ്ഞു. ഭാഗ്യക്കേടിന് ശ്യാം അതിന്റെ മോളിൽ വന്ന് വീഴുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ച മുറിവായത്. ഏതായാലും ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. അത് ഭാഗ്യം. വിശ്വസിച്ചു. ഈ കഥ നീ അങ്ങ് വിശ്വസിച്ചാ മതി. തൽക്കാലം ഞാൻ ഈ പ്രശ്നം വിടുന്നു.